ഹായ് ഈ ഒരു വ്ളോഗിൽ എൻ്റെ ഒരു നോർമൽ ഈവനിങ് ആണ് കാണിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും എൻ്റെ ഒരു ഈവനിങ് കഴിയുന്നത് ഇതേമാതിരിയൊക്കെ ആയിരിക്കും. വീഡിയോ എടുക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇത് എവിടെ വരെ പോകുന്നൊന്നും എനിക്ക് അറിയില്ലേനു. അതേപോലെ തന്നെ ഇപ്പൊ ഞാനൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പ്ലാൻ ചെയ്തിട്ടേക്കും എടുക്കുക. പക്ഷെ ഇത് പറയുന്നത് ഒരൊറ്റ പ്ലാനിങ്ങും ഇല്ലാണ്ട് ഈവനിങ് റൊട്ടീൻ വേണോ അല്ലെങ്കിൽ ഈവനിങ് തിങ്സ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ എടുത്തൊരു വ്ളോഗാണ്. അങ്ങനെ പ്രത്യേകിച്ച് റൊട്ടീനുകളൊന്നും ഒന്നുമില്ല. ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിൽ പോലും ഞാൻ അതൊന്നും ചെയ്യാറില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കേൾക്കും. പിന്നെ ഒരു വാസലിന്റെ ബോഡി ലോഷൻ യൂസ് ചെയ്യും. അത് മാത്രമേ ചെയ്യലുള്ളൂ. പിന്നെ മേക്കപ്പ് ആണെങ്കിലും ഞാൻ കണ്ണ് എഴുതും, അതേപോലെ ഒരു പൊട്ടും തൊടും, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതിനൊന്നും റൊട്ടീനുകളില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അകത്ത് നിങ്ങൾ ചെയ്ത വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രാഫ്റ്റ് ചെയ്തത്, ജേർണൽ ചെയ്തത്, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പുണ്യ പറഞ്ഞിട്ടുള്ളൊരു കുട്ടി പോസ്റ്റ് ചെയ്തതാണ്. അതിൽ എനിക്ക് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പുണ്യ കീപ് ഗോയിങ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ വ്ളോഗിനെ പറ്റി പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് എടുക്കാൻ തുടങ്ങിയ ഒരു വ്ളോഗാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരു കോഫിയും ഓംലെറ്റും ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ. അതൊക്കെ കഴിച്ച് കുറച്ച് വായന പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇപ്പിയൊക്കെ വാങ്ങി. പിന്നെ ഞാൻ അത് ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ ഒരു ഹോർലിക്സും കുടിച്ചു. എനിക്ക് ഹോർലിക്സ് ഇഷ്ടമല്ല. ഈ പ്രാവശ്യം ഇവിടെ വാങ്ങിയത് ഹോർലിക്സേനും. അപ്പൊ പിന്നെ അത് കുടിച്ചല്ലേ പറ്റൂ. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഫുള്ള് മഴയാണ് പുറത്തൊക്കെ. ഇനിയുള്ളൊരു ഹാപ്പി ന്യൂസ് എന്താ ചോദിച്ചാല് ഇനി ഒരു 100 സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാല് നമ്മൾ 2000 ആൾക്കാരുള്ള ഒരു ഫാമിലി ആവും. ജേർണൽ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നില്ലേ? ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യാട്ടോ ഈ ജേർണലിംഗ് പറയുന്ന കാര്യം. സമയമൊക്കെ കണ്ടെത്തി ചെയ്യാൻ നോക്കുക. പിന്നെ ഞാനൊരു Q&A അല്ലാണ്ട് തന്നെ ക്വസ്റ്റ്യനും തോട്ട്സും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ടോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ തന്നെ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിലായിരിക്കും അതിന്റെ ആൻസേഴ്സ് ഒക്കെ പറയാ. അതേപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് ലാഗ് ആവുകയും ചെയ്യും. പിന്നെ എനിക്ക് കിടക്കാൻ പോകുന്നതിന്റെ മുന്നേ എനിക്ക് ഈ ബോട്ടിലിനകത്തുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം എടുത്ത് വെക്കുന്ന ഒരു ശീലമുണ്ട്. എന്നെങ്കിലും അത് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് തീരും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതേപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തീരാം. പക്ഷേ ഈ കാര്യം ഞാൻ മുടക്കാണ്ട് ചെയ്യലുണ്ട്. പറഞ്ഞില്ലേനോ എനിക്ക് കുറച്ച് സ്റ്റുഡിയോന്റെ കളക്ഷൻസ് ഉണ്ടെന്ന്. ഇതിലുള്ള നെയിൽ പോളിഷിന്റെ കളക്ഷൻസ് ആണത്. ഈ ഡാർക്ക് കളേഴ്സിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യാറ് ലൈറ്റ് കളേഴ്സ് ആണ്. പിന്നെ ഈ ഡെസ്ക് അങ്ങ് ഓർഗനൈസ് ചെയ്തിട്ട് എനിക്ക് മതിയാന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. മെസ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ സാധനങ്ങൾ ഉള്ളതാട്ടോ, അല്ലാണ്ട് വാരി വലിച്ചിട്ടത് എന്നല്ല. ഈ ഒരു ഫ്രെയിം എൻ്റെ അടുത്തുള്ളത് മുതൽ എനിക്കൊരു കോർക്ക് ബോർഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒഴിവാക്കിയ സമയത്ത് ഈ ഫ്രെയിം ഇവിടെ വെറുതെ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കോർക്ക് ബോർഡ് തന്നെ ആക്കാം. ഇനി ഈ കോർക്ക് ബോർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. കോർക്ക് ബോർഡ് അല്ലെങ്കിൽ മെമ്മറി ബോർഡാണ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് തെർമോക്കോളിന്റെ മേലെ ബ്രൗൺ കളറിലെ ഷീറ്റ് കവർ ചെയ്തിട്ടൊക്കെയാണ്. എനിക്ക് കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഫ്രെയിംസ്. കാർഡ്ബോർഡിന്റെ മേലെ ആകുമ്പോൾ അത് കറക്റ്റ് കോർക്ക് ബോർഡ് എന്ന് പറയും. കാരണം നമുക്ക് ഓരോ സാധനങ്ങൾ അവിടെ പിൻ ചെയ്ത് വെക്കാം. ഈ ഫ്രെയിംസിന്റെ മേലെ ആണെങ്കിൽ അങ്ങനെ പിൻ ചെയ്യാതെ വെക്കാൻ പറ്റില്ല, അതിന് പകരം സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മേലെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. നമ്മളെ മെമ്മറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫോട്ടോസ്, സ്റ്റാമ്പ്സ്, ചാംസ്, കീ ചെയിൻസ്, അങ്ങനെ വലിയ ഹെവി ഒന്നും അല്ലാത്ത കുറേ സാധനങ്ങൾ വെക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചാംസും കീ ചെയിൻസും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ വെറുതെ ഫോട്ടോസും കുറേ സ്റ്റിക്കേഴ്സും ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളായി വെക്കുന്നുള്ളൂ. ഞാൻ എന്താ പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. പക്ഷേ അതിൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് കണ്ടപ്പോൾ ഞാനിപ്പോൾ പോകുന്നില്ല. ചെയ്യണം, എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ചേരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചും അറിഞ്ഞേയും ഒന്നും സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഇപ്പം പഠിക്കാനുള്ളത്. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ അതൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും എന്താ ഇപ്പം പറയാ, നിർത്താന്ന്. പക്ഷേ ഇനി എന്താ എടുക്കണം എന്നോ അങ്ങനത്തെ ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോരുത്തരെയും വലിയ കാര്യത്ത് കണ്ടിട്ട് ലാസ്റ്റ് ഓരോക്കെ നമ്മളെ 3G ആക്കിയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാടാണ് ആക്സെപ്റ്റ് ചെയ്യാനും. കോളേജിൽ ചേരുന്നവരെയും നമുക്ക് കുറേ ഫ്രണ്ട്സും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവെങ്കിലും കോളേജ് ലൈഫിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് ഇതൊന്നും കാണൂല. ഈ സ്നേക്സിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ലേനു.
ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നോക്കുന്ന റീൽസ്, ഞാൻ കാണുന്ന റീൽസ് ഒക്കെ കോളേജ് ലൈഫ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും അല്ലെ അങ്ങനെ ആവും എന്നൊക്കെ ഉള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ കോളേജിലേക്ക് കയറുന്നതിന് മുന്നേ ഓരോരുത്തർ അഡ്വൈസ് തരുന്നത് അങ്ങനത്തെ റീൽസാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. പക്ഷേ ഈ കോളേജിൽ കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടേനും യൂട്യൂബ് ഉണ്ടേനും, പക്ഷെ അന്നൊന്നും ഞാനിതൊന്നും കണ്ടില്ലാലോ. ശരിക്കും എനിക്ക് ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഞാൻ ഇന്നും അപ്പോളജൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ കോളേജിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അയ്യോ ഇത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിനല്ലോ, അയ്യോ. ഇതാണ് മേ ബി ഇന്നെ പറ്റിയിട്ട് ഓരൊക്കെ പറഞ്ഞു നടക്കുന്നത് പലതും ആയിരിക്കും, പക്ഷേ നമുക്കും നമ്മളെ സറൗണ്ടിങ്സിലുള്ളവർക്കും നമ്മളെ പറ്റി അറിയാം. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും ആരെയും മനസ്സിലാവില്ല. അവരുടെ ക്യാരക്ടേഴ്സും ഇങ്ങനെ സ്റ്റക്കായി ഒരേ സ്വഭാവം തന്നെ എപ്പോഴും കാട്ടിന്ന് വരും. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് മീൻസ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഏതൊരു സഹായ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും കൂടെ നിൽക്കുന്നതാണ്. പക്ഷേ നമ്മളെ പറ്റിയിട്ട് നമുക്കുള്ള കുഴി തോണ്ടി നമ്മളെ പറ്റിയിട്ട് കുറ്റം പറയുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ലേനു, പക്ഷെ എനിക്കത് പറയണം തോന്നി. ഇന്നെപ്പോലെ അല്ലെങ്കിൽ ഇന്നെക്കാട്ടിലും റിഗ്രറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. എന്തായാലും 100-ൽ 1 ഭാഗം ആൾക്കാർക്കേക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ കിട്ടിയത് തേർഡ് ഇയർ വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവാം. എന്തായാലും എവറിത്തിങ് ഇസ് ഓവർ. പിന്നെ കൂട്ടുകൂടി നടക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ജാതി മതമൊന്നും വെച്ചിട്ട് ഒരാളെയും ഫ്രണ്ടാക്കി കാണരുത്. നമ്മൾ അതേ കാസ്റ്റ് റിലീജിയൻ ഉള്ളവരെ നമ്മൾ കൂട്ടു അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഭയങ്കര മോശമാണ്. ഇപ്പൊ നമുക്കൊരു ഡിസേബിലിറ്റി ഉണ്ട് പോട്ടെ, ഒരു ഡിപ്രഷൻ മൂഡ് ആണെങ്കിൽ പോലും ആ ഫ്രണ്ട്സ് നമ്മളെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത്. അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഓരോ ഒഴിവാക്കിയിട്ടൊക്കെ പോകുമ്പോൾ ഈ ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്ന നമുക്ക് ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ മതിലുകൾ പറഞ്ഞ സിനിമേന്റെ അകത്ത് ബഷീറിനെ ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് പോലീസുകാരൻ ബഷീറിനോട് ബീഡിക്കുറ്റിയൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് പറയും ഇതൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കയറും. ആ സമയത്ത് ബഷീർ നൈസായിട്ട് ഇത് തിരിച്ചു കൊടുത്തെങ്കിലും പിന്നെ ബഷീർ പറയും, നാളെ നിങ്ങളോട് ദൈവം ഇതിനെ ചോദിക്കും, നീ ആ പാവപ്പെട്ട ബഷീറിന്റെ ബീഡിക്കുറ്റി എടുത്തില്ലേന്ന്. വെറുതെ ഫണ്ണാക്കി പറഞ്ഞതാണ്. എന്താന്ന് വെച്ചാൽ നാളെ നിന്നോടും ചോദിക്കും, നീ ആ സുഹൃത്തിനെ അങ്ങനെ ചെയ്തില്ലേ, നീ ഈ സുഹൃത്തിനെ ഇങ്ങനെ ചെയ്തില്ലേന്ന്. നമുക്കൊരു റീസൺ ഉണ്ട് അവരെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാം. ആവശ്യത്തിന് മാത്രം ഫ്രണ്ട്സ് ആയി വരുന്ന കുറച്ച് ടീംസ് ഉണ്ട്, അതേപോലെ ഒന്നിനാണ് എനിക്കും പറ്റിയത്. ഇതൊക്കെ പറഞ്ഞത് ക്രിഞ്ച് ആയോ ആയിണ്ടെങ്കിലും ജസ്റ്റ് ഫണ്ണാക്കി എടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പകുതി റിലീഫാണ്. ഇത് കേൾക്കാനും ഇങ്ങനെ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും തന്നെ കുറെ ആൾക്കാരുള്ളത് അതിലും ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.